ഹായ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡ് അഗെയിൻ ബിഗ് ബോസ് മലയാളം സീസൺ 6. പറയാനൊന്നും ഇല്ല എങ്കിലും ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ ഞങ്ങളുടെ റിവ്യൂവിലൊക്കെ പറയാൻ വിട്ടുപോയതും പിന്നെ അതിന് ശേഷം നടന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലേ? അതെ അതെ, ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാനായിട്ട് വിട്ടുപോയി. ഒന്ന് ഒരു ഈ നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ നെഗറ്റീവ് പോസിറ്റീവ്, അതായത് സാധാരണ ഒരു ഷോ പിന്നെ എന്താ പോപ്പുലർ ആകുന്നത് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ. മൂവികളൊക്കെ ആണെങ്കിലും നല്ല പോസിറ്റീവ് റിവ്യൂ വരിക, അല്ലെങ്കിൽ ഷോ നല്ല പോസിറ്റീവ് റിവ്യൂ വരും. അപ്പോൾ അത് ആൾക്കാർ കൂടുതൽ കാണും, പോപ്പുലർ ആവും, TRP കൂടും, അല്ലെങ്കിൽ കൂടുതൽ കളക്ഷൻ ഉണ്ടാവും സിനിമ ആണെങ്കിൽ. അങ്ങനെയൊക്കെയാണ്. അപ്പം ബിഗ് ബോസ് സീസൺ 6 ശരിക്കും പറഞ്ഞാൽ പോസിറ്റിവിറ്റി ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. ഒരു സമയത്ത് മേ ബി ഒരു ഇടയ്ക്കൊരു സമയത്തുണ്ടായി, അത് പക്ഷേ അങ്ങനെ തന്നെ തകർത്ത് കളഞ്ഞു. പിന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിട്ടില്ല. പക്ഷേ ബിഗ് ബോസിൻ്റെ എന്താണ്, പോസിറ്റിവിറ്റി ആയാലും കുഴപ്പമില്ല, നെഗറ്റിവിറ്റി ആയാലും കൊള്ളാം, TRP ഉണ്ടാകണം. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പം അവർക്ക് മനസ്സിലായി ഇപ്പോഴത്തെ ഈ ടീമിനെയും വെച്ച്, അല്ലെങ്കിൽ ഈ മത്സരാർത്ഥികളെ വെച്ചിട്ട് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകാൻ പോകുന്നതായിരുന്നു. അപ്പം പിന്നെ അവർ വിചാരിച്ചു നെഗറ്റിവിറ്റി ഗെയിം പോലും കളിക്കാൻ അതിനകത്ത് ഭൂരിപക്ഷം ആൾക്കാർക്കും അതെ അതെ, അപ്പം നെഗറ്റിവിറ്റിയെ പിടിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അതിനകത്ത് വളരെ ഇപ്പം ജാസ്മിൻ്റെ കാര്യം തന്നെ എടുക്കാം അല്ലേ? ജാസ്മിൻ ഗബ്രിയുമായിട്ടുള്ള അത് പോസിറ്റീവ് ആക്കാൻ ട്രൈ ചെയ്തു, പക്ഷെ അത് നെഗറ്റീവായി മാറി. അത് രണ്ടുപേർക്കും ഹേറ്റേഴ്സായി. ജാസ്മിനും കണ്ടമാനം ഹേറ്റേഴ്സായി. അവർക്ക് ഒത്തിരി സപ്പോർട്ടേഴ്സ് ഉണ്ട്, PR വർക്കുകളൊക്കെ കണ്ടമാനമുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഇതിനകത്ത് തന്നെ ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ ഈ ബിഗ് ബോസ് ഇതിനെപ്പറ്റി ഒത്തിരി ഒന്നും റിവ്യൂ ചെയ്യുന്നവരൊന്നുമല്ല, ഡെയിലി ഒന്നും ഇടാറൊന്നുമില്ല. ഞങ്ങൾ വീക്കെൻഡിലൊക്കെ ഇടാറുള്ളൂ. പിന്നെ ഞങ്ങൾ പഴയ സീസൺ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ പിന്നെ ജാസ്മിനെ എന്തെങ്കിലും പറയുമ്പം ഈ PR ടീമുകളൊക്കെ വന്ന് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കണ്ടമാനം ഞങ്ങളെ പറയുന്നുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല, നടക്കട്ടെ. പറഞ്ഞു വന്നതല്ല, ജാസ്മിനെ നെഗറ്റീവ് ഇപ്പം അവരെന്താ ചെയ്യുന്നത്, ആ നെഗറ്റിവിറ്റി, ആ ഹെയ്റ്റേഴ്സ് ഉണ്ടല്ലോ, പുറത്തുണ്ടാകുന്ന ഹെയ്റ്റേഴ്സിനെ കൂട്ടുപിടിച്ചിട്ടാണ് അവരെ കൊണ്ട് ഇവിടെ ഒരു ഓളം ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഹെയ്റ്റേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന PR ടീമിന് ആൾക്കാരും കൂടെ ഉള്ളൊരു ഫൈറ്റിങ്ങിൽ ഓഫ് കോഴ്സ് അവർ കാണാൻ വരും. കാര്യം ജാസ്മിൻ അഗൻസ്റ്റായിട്ട് പറയാനും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയാനും ആയിട്ട് ഇവർ വരും. അങ്ങനെ ഒരു TRP ഉണ്ടാക്കാമെന്നുള്ളത് അതാണ് നടക്കുന്നത്. പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ പിന്നെ സപ്പോർട്ട് അല്ലെ പോപ്പുലർ വോട്ടുള്ള സപ്പോർട്ടുള്ള ഇപ്പോഴത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് ജിൻഡോയാണ്. അപ്പം ജിൻഡോയ്ക്ക് അഗൻസ്റ്റായിട്ടൊരു ഒരു ഇതുണ്ടാക്കുക, അതായത് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കുക. അതിനാണ് ഇപ്പം കഴിഞ്ഞ മോഹൻലാലിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോയെ ഒന്ന് ഒതുക്കാൻ ശ്രമിക്കുകയാണ്. ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല. ജിൻഡോയെ കണ്ടമാനം അബ്യൂസ്. ഇപ്പം തന്നെ അന്ന് കണ്ടില്ലേ, ഒന്നാമത്തെ കാര്യം സേതയും വന്ന സമയത്ത് അവര് ആ ഹൗസിലിരുന്ന് ഇവരെ പറ്റി നല്ല ആൾക്കാരാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ആണ് അവർ പോയത്. പക്ഷെ വെളിയിൽ ഇറങ്ങിയപ്പോൾ അതിന് ഓപ്പോസിറ്റായ ഒരു കാര്യങ്ങളാണ് അവർ ഈ ഓരോ ജാസ്മിൻ ഒഴിച്ച് അത് അവർ പുറത്തു പോയപ്പോൾ അവർക്ക് മനംമാറ്റം ഉണ്ടായതൊന്നുമല്ല, അവർക്ക് മനംമാറ്റം ഉണ്ടാക്കിപ്പിച്ചതാണ്. ബിഗ് ബോസ് പറഞ്ഞാണ് പൈസ ആണോന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന സ്ക്രിപ്റ്റ് പിന്നെ ഇതിനകത്ത് വന്നിട്ട് പറയണമെന്ന് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അത്രേ ഉള്ള കാര്യം. അവർ അതിനുവേണ്ടി പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി ഒരു ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയ മനംമാറ്റം ഉണ്ടായിട്ടോ ഇല്ല, എന്താ പറഞ്ഞ ഓപ്പോസിറ്റായിട്ടോ സമസോൾട്ട് കളിച്ച് ചെയ്യുക. ഈ ഒന്നാം സീസണിലെ വിന്നറും ഒക്കെ വന്നിരുന്ന എന്തൊരു നാണക്കേടാണ്. ഇനി അത് കഴിഞ്ഞു. അപ്പം ഈ പറഞ്ഞ പോലെ ജിൻഡോയെ തകർക്കാനെന്നല്ല, അവർ ഇത് ചെയ്യാൻ നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ, അയാളെപ്പറ്റി മോശം അഭിപ്രായം ഉണ്ടാക്കാൻ പുറത്തുനിന്ന് ഇപ്പോൾ ഈ മത്സരാർത്ഥികളെ കൊണ്ടുവന്ന് ട്രൈ ചെയ്യുന്നു. പിന്നെ അകത്തുള്ള ആൾക്കാരെ കൊണ്ട് ട്രൈ ചെയ്യുന്നു. പിന്നെ സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കുക. ഇപ്പം അതന്നെ ഈ പവർ റൂം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പണ്ട് പോലെ പറഞ്ഞിട്ടുള്ള ഇതൊരു വേസ്റ്റ് ആണ്. കുറേ ആൾക്കാർക്ക് നോമിനേഷൻ ചെയ്ത് രക്ഷപ്പെടാനുള്ള ഇതേ ഉള്ളൂ.
അത് അല്ലെങ്കിൽ അത് പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്. അവിടെ ഒരു ടീം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പവർ റൂമിന് ഒരു രസം ഉണ്ടാക്കിയത് ഇല്ലേ. അത് പറഞ്ഞിട്ട് ഇപ്പം ഈ ജിൻഡോയും അർജുനും ശ്രീതു അവർ കളിച്ച് ഈ പവറിലായി കഴിഞ്ഞപ്പോൾ അതിന് മുമ്പേ അവർക്ക് അത് അങ്ങനെ മത്സരം ഉണ്ടാകുന്നതിന് മുമ്പേ അവർക്ക് ആലോചിച്ചിട്ട് പറയാമായിരുന്നു ഇനി പവർ റൂമില്ല. ഇത് ഇവരെ കൊണ്ട് കളിപ്പിച്ച് അവരെ പവർ റൂം ആക്കി അവർക്കൊരു എന്താ പറയുക ഒരു പ്രതീക്ഷ ഒരു അവർക്കൊരിത് കൊടുത്തിട്ട് ഒടുവിൽ എനിക്കൊന്നും ഇവർ കയറി കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാകുമോ എന്നുള്ള ഭയം കൊണ്ടും ഇനി ജിൻഡോ അതെന്നും പറഞ്ഞിട്ട് അവരുടെ മാറ്റുക എന്ന് പറഞ്ഞൊരു മോശം കാര്യം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നില്ല അതിന് മുമ്പ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ഈ ഇപ്പം ഇത് അവരെ ഒരു വീക്ക് കൂടെ കഴിഞ്ഞിട്ട് അന്നേരം അനൗൺസ് ചെയ്യണം. ജിൻഡോയ്ക്ക് പൊതുവെ ഈ പവർ റൂമിൽ കയറി നിൽക്കുന്നൊന്നും വലിയ ആഗ്രഹമുള്ള കൂട്ടത്തിലല്ല. അല്ലല്ല, പക്ഷെ എന്നാലും പുള്ളി ഒത്തിരി അതിനൊരു പരിഭവം പറയുന്നുണ്ടായിരുന്നു. പരിഭവം എന്താ, പേരൻസിന് ലെറ്റർ എഴുതിയ കൂട്ടത്തില് പുള്ളി എഴുതിയില്ലേ അമ്മ ഞാന് പവർ റൂമിൽ വന്ന, അതൊരു പ്രയാസമാണ്. അതെ അതെ, അതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടി പോലെ തോന്നും. കാര്യം എനിക്ക് തോന്നുന്നത് എന്താന്ന് ചോദിച്ചാല് ജിൻഡോ എന്തായാലും വോട്ടിങ്ങിന്റെ ബേസിസിൽ പോകത്തില്ല, മനസ്സിലായില്ലേ. അപ്പം പിന്നെ നോമിനേഷനിലിട്ട് ഇനി ഇവരെ പവർ റൂമില്ലാത്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം നോമിനേഷനിലിട്ടും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം, ഈ കാണുന്നവർക്കെല്ലാം അറിയാം ജിൻഡോ ആണ് ടോപ്പ്. ഇനി വോട്ടിങ്ങിന്റെ ബേസിൽ പണ്ട് ഈ പറയുന്ന പോലെ ഭൂരിപക്ഷ പ്രേക്ഷകരുടെ വിധിപ്രകാരം ജിൻഡോയെ വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കയറി അടിക്കും ഇല്ലേ. അപ്പൊ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് പിന്നെ ജിൻഡോയെ ഇറക്കുക രണ്ട് രീതിയിലാണ്. ഒന്ന്, ജിൻഡോയെ പിന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് ഇപ്പം അന്ന് തന്നെ കണ്ടില്ലേ പവർ റൂമിൽ കയറി ഇപ്പം എല്ലാവരും വിളിച്ചു നിർത്തിയിട്ട് ഇപ്പം പിന്നെ ജിൻഡോ തോറ്റു, പിന്നെ ഇവർ രണ്ടുപേരും കളിച്ചാണ് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഒരു ഇതിനകത്തും അങ്ങനെ ഒരു വൃത്തിയായിട്ട് പറഞ്ഞിട്ടില്ല അല്ലേ. ഒരു അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് അർജുൻ അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടും മര്യാദയ്ക്കും കൈകാര്യം ചെയ്തുകൊണ്ട് മോഹൻലാൽ ചമ്മിപ്പോയെന്നുള്ളതാണ് സത്യം. ഒരു പുള്ളിക്ക് പറഞ്ഞു ഉടനെ ഇരിക്കെ ഇതാണല്ലോ അവിടുത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പം അത് ഭയങ്കര മോശമായി പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് പിന്നെ ജിൻഡോയ്ക്ക് അകത്ത് ഉള്ള മറ്റ് കാൻഡിഡേറ്റ്സ് ഈ ജെൻസ് അത്രയും കാണില്ല, ഈ ലേഡീസ് എല്ലാം കൂടെ പുള്ളിയെ എന്താ പറയുന്നത് ശബ്ദം കൊണ്ടും ചുമ്മാതെ ഉണ്ടല്ലോ ഒരു ലെവൽ താണ രീതിയിൽ പ്രൊവോക്ക് ചെയ്തും ചുമ്മാതെ എന്താ വെർബൽ അബ്യൂസ് നടത്തിയൊക്കെ എടുത്ത് പുള്ളി പ്രൊവോക്ക് ആവും. ഇതുവരെ പ്രൊവോക്ക് ആയിട്ടില്ല, പ്രൊവോക്ഡ് ആവും. അല്ലെങ്കിൽ വേണ്ടാന്നും വെച്ച് എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ പറയുമ്പം പിന്നെ എന്താ പറയുന്നത് മാനസികമായി തളർന്ന് നമ്മുടെ സിബിനെ ഇറക്കി വിട്ട പോലെ പിന്നെ ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരുന്നൊക്കെ കൊടുത്ത് ചിലപ്പം വിടുമായിരിക്കും. സൈക്കാട്രിസ്റ്റ് അല്ല, സൈക്കോളജിസ്റ്റ് മരുന്ന് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് ആക്ച്വലി. ഐ മീൻ എസ്പെഷ്യലി ഭ്രാന്തിനുള്ള മരുന്ന് കൊടുക്കുന്നത്, ഉറക്കം അങ്ങനെയുള്ള ഇത് കൊടുക്കാനുള്ള അതല്ലല്ലോ. അവര് ഡിസ്ക്രൈബ് ചെയ്ത മരുന്ന് കേട്ടെടുത്തോളം അതാണ്. അതിന്റെ നിജം നമുക്കറിയില്ല. അതിനെപ്പറ്റി എന്താ പറയുന്നത് ഇവിടെ നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് പിന്നാലെ നമ്മൾക്ക് അറിയാം. സുബിൻ പറഞ്ഞിട്ടുള്ള ഈ സീസൺ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ജിൻഡോ ജാസ്മിനൊക്കെ പറയുന്നത് ജിൻഡോയ്ക്ക് വലിയ ശക്തിയുള്ള ഇത് കളിക്കാം, സാധാരണ ഒന്നും കളിക്കാൻ തലയുള്ളതൊന്നും കളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് വരുന്നത്. അത് പറഞ്ഞാൽ ജിൻഡോയ്ക്ക് ഭയങ്കര ബുദ്ധിയാണ്. എന്ത് ഗെയിമാണ് ഈ ജാസ്മിൻ കളിച്ചിട്ടുള്ളത്? കള്ളക്കളി കളിച്ചിട്ട് ഗബ്രിയെ ജയിപ്പിക്കുക, ഗബ്രി ഇവർ കൂടെ കൂടി കുറെ, അല്ലാതെ എന്ത് ഗെയിമാണ് ഇവിടെ ബുദ്ധിയോ ശരീരമോ എന്തും വെച്ചിട്ട് ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞത് ജിൻഡോ ഒരു ബുദ്ധിമാനാണെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു. ശരിക്കും അത് അതാണോ എന്ന് അറിയത്തില്ല, പക്ഷെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമാനാണ്. അതിന് ഞാനൊരു കാര്യം പറയാം. ഇപ്പം അൻസിബയുടെ പേരൻസും ഋഷിയുടെ പേരൻസും ഇവിടെ വന്നില്ലേ, അപ്പം ഇന്നലെ വരെ ഈ ജിൻഡോയെ ഒതുക്കിയേക്കുമായിരുന്നു. ഒതുക്കി എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീൻ സ്പേസും ഇല്ല, പുള്ളി അവിടെ ഒന്നും കാണിക്കത്തില്ല. അങ്ങനെ ഞാൻ ചിലപ്പം വിചാരിക്കേണ്ടത് ഔട്ടായി പോയോ പുള്ളി, വീട്ടിൽ നിന്ന് എവിക്റ്റ് ആക്കിയോ, ഇനിയും ആകെ പുറത്തൊന്നും എന്താ പറയുക മുൻവശത്തെ വാതിൽ കൂടുതൽ പുറത്തെ വാശികളെ കണ്ണും കെട്ടിപ്പിട്ടോന്ന് വരെ
സംശയം ഉണ്ടായി. ഇന്ന് നോക്കിയപ്പം പുള്ളി എല്ലായിടത്തും ഉണ്ട്. അതെനിക്കൊന്ന് ബുദ്ധിപരമായ കളിയാണ്. കാര്യം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വന്ന ഗസ്റ്റുകളുണ്ടല്ലോ, ഇവരുടെ പേരൻസിൻ്റെ കൂടെ ഒത്തിരി സമയം ജിൻഡോ ചിലവാക്കുന്നുണ്ടായിരുന്നു. പുള്ളി അവിടെ ഹോസ്റ്റായിരുന്നു, അവരെ ഫുഡ് കഴിപ്പിക്കുന്നു, അവരുടെ കൂടെ പോയി വർത്തമാനം പറയുന്നു, അവരെ സൽക്കരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എന്താ പറ്റുന്നത് ചോദിച്ചാൽ, ഈ കാര്യങ്ങൾ ചെയ്യുമ്പം അത് മുക്കാൻ പറ്റത്തില്ല. അത് മുക്കുമ്പം ഈ പിന്നെ ഗസ്റ്റുകളെ കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് അപ്പം ഗസ്റ്റുകളെ കാണിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ജിൻഡോയും അതിനകത്ത് കാണപ്പെട്ടു. ഇന്ന് നല്ല രീതിയിൽ എക്സ്പോസ്. അപ്പം എനിക്കൊന്ന് ജിൻഡോ അത് ബുദ്ധിപൂർവ്വം, അതായത് കളിച്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം ഞാനവിടെ നിന്ന് ഇവരോട് നിന്ന് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നോ അവിചാരിതമാണോ എന്ന് എനിക്കറിയത്തില്ല, അതോ ജിൻഡോ ബുദ്ധിപൂർവ്വം കളിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പുള്ളിയെ ഒതുക്കാൻ പറ്റിയില്ല. അതിനിപ്പോ ഇത് തന്നെയാണ് പുള്ളി ജാസ്മിന് ഡ്രാമയും കളിച്ചു. അത് കണ്ടാ മനസ്സിലാവും. വന്നപ്പോ കണ്ടില്ലേ, പിന്നെ എന്താ കരച്ചില്. അതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാവും, കണ്ടാ മനസ്സിലാവും തട്ടിപ്പ് ഏതാണ് ഇതാണെന്നുള്ളത്. പക്ഷെ ജിൻഡോ ഇങ്ങനെ ഇതെങ്ങനെ സ്ട്രാറ്റജിയാണ് കളിച്ചെങ്കിൽ പോലും പക്ഷെ പുള്ളി വളരെ ജെന്യുവനായിട്ടാണ്. അതേപോലെ ആ ഡയമണ്ട് ആക്ച്വലി അത് വന്ന് ജിൻഡോയ്ക്ക് അത് എടുക്കാമായിരുന്നു അല്ലേ? അത് പക്ഷേ പുള്ളി പറഞ്ഞല്ലോ, അതായത് എനിക്ക് വേണമെങ്കിൽ അത് എടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. കാര്യം ഞാനത് പവർ ടീമിനോടും പിന്നെ വന്ന ഗസ്റ്റുകളോടും ചെയ്യുന്ന തെറ്റാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നത്. അതാണ് അതിനകത്തെ മാന്യത എന്ന് പറയുന്നത്. അപ്പം ഓക്കെ. ഇപ്പം ഞാൻ വേറൊരു കാര്യം നമുക്ക് പറഞ്ഞങ്ങ് നിർത്താം. ആക്ച്വലി കൂടുതൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനിടയ്ക്ക് ഈ വന്ന ടീമുകളെ അല്ല വന്ന പേരൻസ്, എസ്പെഷ്യലി അൻസിബയുടെ പേരൻസ്, മറ്റവരുടെ പേരൻസ്, എനിക്ക് തോന്നുന്നു അവർ ഹിന്റ് കൊടുത്തിട്ടുണ്ട് ജിൻഡോയാണ് സൂപ്പർ എന്നുള്ള മട്ടില്. ആ ജിൻഡോ അൻസിബയുടെ ബ്രദറും ഒക്കെ ഋഷിയുടെ ബ്രദറും ഒക്കെ ആണെങ്കിലും അതങ്ങനെ ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്. അത് ഇവരുടെ പേരൻസ് പറയുകയും ചെയ്തു ജിൻഡോ സൂപ്പറാണ്, നല്ല ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് വെച്ച് മനസ്സിലാവും. ഇനിയിപ്പോൾ നാളെ 1-2 പേരൻസൂടെ വന്ന് ഇത് പറയുന്നത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. പ്രശ്നങ്ങളല്ല ആകത്തന്നെ. ഇപ്പം തന്നെ കണ്ടി രശ്മിൻ. അപ്പോൾ പിന്നെ രശ്മിൻ എന്തായാലും ഈ ആഴ്ച പോകുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇപ്രാവശ്യം പോകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ രശ്മിൻ, അപ്സര, പിന്നെ ശ്രീതു, ഋഷി പോകാൻ സാധ്യതയുള്ളവരാണ്. രശ്മിൻ എന്തായാലും പോകും. കാര്യം യെല്ലോ കാർഡും കിട്ടിയിരിക്കുകയാണ്, വോട്ടിങ്ങും കുറവാണ്. ഇന്ന് തന്നെ ഇപ്പം തന്നെ ആ ഒരു സോപ്പിന്റെ ടാസ്ക് കാണിച്ചപ്പം ആൾക്കാരെ അല്ലല്ല, അത് വേറെ, അത് ആ വിഷയമല്ല ഞാൻ പറഞ്ഞ. അവിടെ അത് തന്നെയല്ല, അവിടെ ഒരു ഈ ഗസ്റ്റിന്റെ മുമ്പിൽ വെച്ച് ഈ ജിൻഡോയെ അപമാനിക്കുന്ന രീതിയിൽ അവർ വീണ്ടും വരുന്നത് സ്ഥിരം പരിപാടി, മനസ്സിലല്ലേ? സോ യാതൊരു വിധമായ ഒരു കുറേ എന്താ പറയുക ഇതിനകത്തൊക്കെ നിന്ന് വേറാണ്ടൊക്കെ ലക്ക് കൊണ്ട് ഇതുവരെ പോയ ഒരാളാണ്, പ്രേക്ഷകരുടെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ. സോ രശ്മിൻ അവിടെ ഇനി ഒരു നിമിഷം ഒരാഴ്ച പോലും ഇനി അവിടെ നിൽക്കാൻ പാടില്ല. കാര്യം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇനിയും ഈ ആഴ്ച ഇനി കുറച്ചുകൂടെ മനസ്സിലാകുമ്പം ഈ ഇവളുടെ മണ്ടൊക്കെ കയറും. എന്താ പറഞ്ഞ നമ്മുടെ ജിൻഡോയുടെ പുറത്ത് ഇവരെല്ലാം കയറും. രശ്മിനും കൂടുതൽ ഇത് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷെ അത് ചെയ്യുമ്പം ഇവർ മനസ്സിലാക്കാത്തൊരു ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ വോട്ട് കിട്ടുമെന്നതാണ്. ഇപ്പം ഈ ജിൻഡോ എന്ന് പറയുന്നത് ഞങ്ങൾ ആക്ച്വലി ജിൻഡോയുടെ പിന്നെ ഫാൻ ഒന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? ഞങ്ങൾ ജിൻഡോയ്ക്ക് വോട്ട് കൊടുത്തിട്ട് പോലും ഇപ്പൊ അടുത്ത സമയത്താണ്. അതെ, ജിൻഡോ ഒരു വലിയൊരു പ്ലെയർ ആണെന്ന്, ഫിസിക്കൽ പ്ലെയറോ മെന്റൽ പ്ലെയറോ മൈൻഡ് ഗെയിമോ പ്ലെയറോ പിന്നെ ഭയങ്കര ഇതൊന്നും ആണെന്ന് വെച്ചില്ല. പക്ഷെ വളരെ ഒരു പച്ച മനുഷ്യനാണ്, വളരെ ജെന്യൂനായിട്ട് പെരുമാറുന്ന ഒരു മനുഷ്യനാണ് എന്നൊക്കെയുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? പിന്നെ അത്യാവശ്യം നല്ല കണ്ടന്റുകളൊക്കെ കുറച്ചൊക്കെ പുള്ളിയുടെ രീതിയിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന മറ്റുള്ളവരുടെ ഇതല്ല. കോഴി മുട്ടയിടുന്ന വളരെ അല്ലല്ല, പുള്ളി ഭയങ്കര തമാശയൊക്കെ കാണിച്ച് എന്റർടൈനൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പരിപാടി പുള്ളിയെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ. വട്ടോ മേ ബി ഇന്നിപ്പോൾ അവിടെ ഉള്ളതിൽ
ഒരു എന്റർടൈനർ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കഴിവുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ ഫിസിക്കലി ഒത്തിരി വീക്കാണ്. പിന്നെ പല സംസാരിക്കാനും കഴിക്കാനും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരാൾ പരിമിതികളുണ്ട്. സായി ഓൾസോ, സായിക്കും ബാക്കിന്റെ പ്രോബ്ലം ഉണ്ട്. അതെ അതെ. എനിവേ ഇത്രേ പറയാനുള്ളൂ. അല്ല ഈ ഒരു കാര്യം, അതായത് ജാസ്മിൻ കളിച്ചു, നല്ല രീതിയിൽ കളിക്കട്ട്, ആ കൊച്ചു നല്ല രീതിയിൽ കളിച്ച് അത് ബാക്കി സമയം കൊണ്ട് അത് കപ്പ് നേടട്ടെ. പക്ഷെ ഒരു എന്താ പറയുന്നത്, ഒരു ആവശ്യമില്ലാത്തൊരു ഫേവറിസം അല്ല കേട്ടോ. ഫേവറിസം എന്ന് പറഞ്ഞൊരു വാക്ക് ഇംഗ്ലീഷിൽ ഫേവറിറ്റിസം കാണിച്ചിട്ട്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഇത് ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് രണ്ട് രീതി എടുക്കാം. ഒന്ന്, ജാസ്മിനെ ഫേവറിറ്റിസം ചെയ്യാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു ആലോചന പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അത് ആദ്യമേ തീരുമാനിച്ചു ഈ ആൾക്ക് കപ്പ് കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ ഇവരിപ്പോൾ അടുത്ത സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നമ്മൾ പറഞ്ഞില്ലേ, പോസിറ്റിവിറ്റി ഇല്ല, അപ്പം നെഗറ്റിവിറ്റി ഉണ്ടാക്കും. അപ്പം ജാസ്മിനെ ഇങ്ങനെ ഇവർ ഫേവറിറ്റിസം ഇവർ കാണിക്കുന്നത് വളരെ അപ്പാരന്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അപ്പാരന്റ് പറയുന്ന പോലെ തന്നെ. അതെ. അല്ല ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ഫേവറിറ്റിസം കാണിക്കുമ്പോൾ വളരെ അപ്പാരന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. അതായത് പുള്ളിക്കാരിയെ എതിർക്കുന്ന ആൾക്കാരെ, എതിർത്തിരിക്കുന്നവരെ കണ്ടമാനം ഹ്യൂമിലേറ്റ് ചെയ്യും പുള്ളിക്കാരി. അപ്പം എന്താന്ന് ചോദിച്ചാൽ മറ്റുള്ള ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമാണ്. ആ ദേഷ്യമാണ് അവർ നെഗറ്റിവിറ്റി. ആ നെഗറ്റിവിറ്റിയാണ് അവർ നെഗറ്റിവിറ്റി കൂടെ TRP ഉണ്ടാക്കാനാണ് ബിഗ് ബോസ് ട്രൈ ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ നിഗമനം. എനിവേ ഇനി ഞങ്ങൾ വീക്കെൻഡ് എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസുമായിട്ട് വരത്തുള്ളൂ. ഓക്കെ. താങ്ക് യു. ബൈ.